എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇഫ്താർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ചിക്കൻ ഡൈനാമൈറ്റ് പോക്കറ്റ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ തോന്നും. അത്രയും നല്ല രുചിയുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ച് പൊങ്ങാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് 3 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തത്. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാര, ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറു ചൂടുള്ള പാലാണ് ഞാൻ എടുത്തത്. അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ പാലിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. പിന്നെ ചെറു ചൂടുള്ള പാലിൽ തന്നെ എടുക്കുക, ചൂട് കൂടി പോകരുത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് പൊടിയിലേക്ക് നേരിട്ടിട്ട് ഇട്ട് കൊടുത്തത്. ഡ്രൈ ഈസ്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മളിത് കുഴക്കാനായിട്ട് എടുത്ത ആ ഒരു പാലുണ്ടല്ലോ അതിലേക്ക് ഈസ്റ്റും ഷുഗറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5-6 മിനിറ്റോളം വെക്കുക. അപ്പോഴത്തേക്കൊന്ന് പൊങ്ങി വരും. ആ ഒരു പാല് കൊണ്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. അപ്പോൾ മാവെല്ലാം എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി കുഴച്ചതിന് ശേഷം നല്ലോണം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു അവസ്ഥയായിരിക്കും. അന്നേരം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് തന്നെ കുഴച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടും. അങ്ങനെ മാവിത ഇതുപോലെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഒന്ന് കവർ ചെയ്തിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. 1.5 മണിക്കൂർ കൊണ്ട് ഇത് പൊങ്ങി കിട്ടും. ഓരോ സ്ഥലത്തെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് പൊങ്ങുന്ന ടൈമിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 500 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ 3 ടീസ്പൂൺ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് ഒരു 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഒരു സോസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മയോണീസ് ഇട്ട് കൊടുക്കാം. മയോണീസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ 1/2 കപ്പ് കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസ്, അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ 1/2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഓരോന്നോരോന്നായിട്ട് മറിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. മിക്സ് ചെയ്ത് ചിക്കനെല്ലാം ഈ ഒരു രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഒരുപാട് ഇഫ്താർ റെസിപ്പീസ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് എല്ലാം താഴെ കൊടുക്കാട്ടോ. വേണ്ടുന്നവരൊന്ന് കണ്ടു നോക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ മാവെല്ലാം പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഒരു മാവ് പൊങ്ങാനായിട്ട് 1 മണിക്കൂറാണ് ടൈം എടുത്തത്. 1 മണിക്കൂറാകുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിന്. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് മാറ്റിയതിന് ശേഷം ഇത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഓരോരോ ബോൾസാക്കി മാറ്റാം.
ഒരുപോലത്തെ ഒരു 7 ബോൾസാണ് ഞാൻ ആക്കി മാറ്റുന്നത്. ഒരുപാട് വലുതായിട്ട് എടുക്കണ്ട. നമ്മൾ 2 ചപ്പാത്തിക്കെല്ലാം എത്ര വലുപ്പത്തിലാണോ മാവ് എടുക്കുക ആ ഒരു രീതിയിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് മാറ്റി വെക്കുക. അങ്ങനെ ഒരു 7 ബോൾസാണ് ഞാൻ ആക്കുന്നത്. ഇതാ മാവ് മുഴുവനും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു 7 ബോൾസാണ് കേട്ടോ ഞാൻ ആക്കിയതിന്. ഇനി ഞാനിതാ ഇതുപോലത്തെ ഒരു ബൗളിൽ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് എള്ളും എടുത്തിട്ടുണ്ട്. പാലെടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക. നല്ല തണുപ്പുള്ള പാലെടുക്കണ്ട. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് ആദ്യം പാലിലൊന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം ഇതാ ഈ ഒരു എള്ളിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ചപ്പാത്തി പലകയിൽ അല്പം മൈദ തൂക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നല്ലോണം നേരിയതായിട്ട് പരത്തണ്ട, കുറച്ച് തിക്നെസ്സിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. നമ്മൾ ബട്ടൂരക്കെല്ലാം മാവ് പരത്തുന്നില്ല, ആ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. ആവശ്യത്തിന് പൊടിയിട്ടിട്ട് തന്നെ പരത്തിയെടുക്കുക. പൊടി വേണമെന്നുണ്ടെങ്കിൽ പൊടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 1നെ 4 പീസായിട്ട് ഇതാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ പിസ്സ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിസ്സ കട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് സെയിം രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. മുഴുവനും പരത്തി കട്ട് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തത് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3 പീസാണ് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇതാ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് ഒന്ന് അനക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഇതാ നല്ല ബോൾ പോലെ പൊങ്ങി വരും. ഇത് നന്നായിട്ട് പൊങ്ങണം കേട്ടോ. പൊങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറക്കാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് പൊങ്ങണം. ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊങ്ങി വരണം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി നമുക്ക് സെയിം രീതിയിൽ തന്നെ പൊരിച്ചെടുക്കാം. അങ്ങനെ ഇതാ പോക്കറ്റെല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മുഴുവനും ഫ്രൈ ആക്കി എടുക്കുക. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സോസിൽ നിന്നും പകുതിയോളം സോസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു ചിക്കനിലേക്ക് സോസ് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. സോസ് ഒഴിച്ചിട്ട് ചിക്കനെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി ഞാനിതാ കുറച്ച് ലെറ്റൂസും തക്കാളിയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുംബറോ അങ്ങനെ ക്യാബേജ് വേണം, ക്യാബേജോ അങ്ങനെയെല്ലാം എടുക്കാം. ലെറ്റൂസ് തന്നെ വേണമെന്നൊന്നുമില്ല. എന്നിട്ട് നമ്മൾ പൊരിച്ചു വെച്ച പോക്കറ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഉള്ളി ഇതുപോലെ ഉണ്ടാവും, നല്ല പോക്കറ്റ് പോലെ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ആ ഒരു സോസ് ഉണ്ടല്ലോ ബാക്കിയുള്ളത്, അത് ഒരു സ്പൂണോളം എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഉള്ളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. കുറച്ച് മതി. ഓൾറെഡി ചിക്കനിൽ നമ്മൾ സോസ് മിക്സ് ആക്കിനല്ലോ, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേനു, അത് ഇതുപോലെ വെച്ച് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനൊരു തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട്, ലെറ്റൂസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ലെറ്റൂസോ തക്കാളി തന്നെ വെക്കണമെന്നൊന്നുമില്ല. തക്കാളി ഇഷ്ടമല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല. ലെറ്റൂസ് ഇല്ലെങ്കിൽ കാബേജ് വെച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച സോസെല്ലാം മിക്സ് ചെയ്തിട്ട് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലായിട്ട് നിറച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഞാൻ ഒരു ലെറ്റൂസിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്, തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഒരെണ്ണം കൂടി സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു ചിക്കൻ റെഡിയാക്കി അതിൽ സോസെല്ലാം മിക്സ് ആക്കിയല്ലോ, അതാണ് ഡൈനാമൈറ്റ് ചിക്കൻ. എന്നിട്ട് ലെറ്റൂസിൽ സെറ്റ് ചെയ്താൽ അത് ഡൈനാമൈറ്റ് ചിക്കനായി. ആ ഒരു ചിക്കനാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിന്. നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ അല്ലെങ്കിൽ ചില്ലി ചിക്കനോ അല്ലെങ്കിൽ വേറെ
സിംഗർ ചിക്കനോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയിട്ട് ഇതിൻ്റെ ടിക്ക ചിക്കൻ അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കിയിട്ട് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഒരെണ്ണം കൂടെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിതാ ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.